എടാ അച്ഛൻ പണിക്ക് പോകുമ്പോ ഓരോ ദിവസം 5000 ഉറുപ്പ്യ കിട്ടുകയാണെങ്കിൽ എന്നും നമ്മൾ ചിക്കൻ വാങ്ങിക്കും. വിളിക്കാലോ. എടാ നീ ഇങ്ങോട്ട് വരുന്ന ഉമ്മ കണ്ടില്ലേ? ഞാൻ ഉമ്മ കാണാതാ വന്നേ. അപ്പൊ ഇനി വഴക്ക് പറയില്ലടാ. വഴക്കൊന്നും പറയില്ല. പറയില്ലായിരിക്കും. കഴിക്കും. ആ പിന്നെ അമ്മ ഇത് പിടിക്ക്. നീയും പിടി. ഇനി 2 ദിവസം എന്നോട് പൈസ ചോദിക്കരുത്. ഈ പൈസ കൊടുക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. അമ്മയ്ക്ക് കൊടുക്കരുത്. ഏയ് അങ്ങനെയല്ല, അത് ശാസ്ത്രം. അമ്മയ്ക്ക് കൊടുക്കരുത്, ഭാര്യക്ക് കൊടുക്കണം, ഗുരുവിനെ അടിക്കണം എന്നാണ്. ഞാൻ എന്റെ മാത്സ് ടീച്ചറിനെ കേട്ട് പഠിക്കടാ, ഇത് ശാസ്ത്രമാണെന്ന് പറഞ്ഞില്ലേ? അതെന്താന്ന് വെച്ചാല് അമ്മയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അമ്മ ചോദിക്കുകയാണ്, മോനെ എനിക്ക് ഇത്തിരി പൈസ വേണടാ, എന്നൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അലമാരിൽ ഇരിക്കുന്നുണ്ട് അമ്മ, അത് പോയി എടുത്തോളി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അമ്മയ്ക്ക് പോയി അതങ്ങ് എടുക്കാം, ചോദിക്കേണ്ട കാര്യമില്ല. ഭാര്യ അങ്ങനെയല്ല, ഭാര്യക്ക് കൊടുക്കണം. ഭാര്യ പൈസ ചോദിക്കണം. ചോദിക്കുമ്പോൾ എടുത്തിട്ടാണ് കൊടുക്കും. ഞാൻ ചോദിക്കാം. അല്ല കൊടുക്കും. ഭാര്യ അങ്ങനെ ചോദിക്കുമ്പോഴേ കൊടുക്കാവൂ. അതാണ് ഭാര്യക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. ഗുരുവിനെ അടിക്കണം ശാസ്ത്രമാണ്. ഗുരുവിനെ അടിക്കണം എന്ന് പറഞ്ഞാ കേട്ട് പഠിക്കടാ, ആവശ്യമില്ലാത്തത്. ഗുരുവിനെ അടിക്കണമല്ല, ഗുരുവിനെക്കാട്ടിലും വലിയ ആളായിട്ട് ശിഷ്യൻ മാറണം. അതാണ്. അതാ കാര്യം. മാമന് ഇതൊക്കെ ആരാ പഠിപ്പിച്ചതെന്ന്? മാമന് ഇതൊക്കെ ആരാ പഠിപ്പിച്ചതെന്ന്? എനിക്കറിയില്ലടാ. ചെല്ലപ്പനാശാരി. അപ്പൊ പുള്ളി ഒരു ഹീറോ ആയിരുന്നല്ലേ പണ്ട്? പുള്ളി ഭയങ്കര ഹീറോ തന്നെയാണ്. ഏട്ടാ നമുക്ക് കുറച്ച് പൈസ റസിക്ക് കൊടുത്താലോ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കൊണ്ട് കൊടുക്കട്ടെ, നമ്മളിവിടെ വെറുതെ താമസിക്കുന്നവരാണ്. എന്തിനാ എന്റെ അമ്മ? പരിക്കുട്ടി ഇതുവരെ പൈസ ചോദിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താണ്? പരിക്കുട്ടി ചോദിക്കണ്ട, കിട്ടുമ്പോ കുറെ കൊച്ചന്റെ കൊണ്ട് കൊടുക്കുന്നേ. എന്നാ കൊടുക്കാം. അല്ലേ ഏട്ടാ കഴിക്കെടുക്കട്ടെ? വേണ്ട, പിള്ളേര് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. പരിക്കുട്ടിയേ, പരിക്കുട്ടില്ലേ? ഇല്ല, മൂപ്പര് കടക്ക് പോയി. അതെയോ? നിങ്ങൾ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ പാട്ടും നാടകമൊന്നും കേട്ടില്ലല്ലോ. ഇന്നങ്ങോട്ടും പോയില്ലേ? ഇല്ല, ഇന്ന് പണിയില്ല. ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് റെസ്റ്റാ? ഇന്ന് റെസ്റ്റാണ്. എന്തായിരുന്നു? ഒന്നുമില്ല, ഇന്നലെ ഒരു കിണറിന് കുറ്റടിക്കലുണ്ടായി. അപ്പൊ അവിടെ പോയി ലേശം പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്കും മല്ലിയേക്കും ചെറിയൊരു വിഷമം. എന്തിനു നിങ്ങൾ പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിനോ? പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയാലല്ല, നമ്മളിപ്പോ വീട്ടിലിങ്ങനെ താമസിക്കുകയാണല്ലോ, വാടകയൊന്നും കൊടുക്കാതെ. അപ്പൊ എന്തെങ്കിലും കയ്യിൽ പൈസ കിട്ടുമ്പോൾ ലേശം കൊണ്ടേ കൊടുക്കടാ പറഞ്ഞിട്ടേ. അപ്പൊ എന്നാ ലേശം പൈസ പരിക്കുട്ടെടുത്ത് കൊടുക്കാലോ എന്ന് വിചാരിച്ചു വന്നാണ്. അല്ല അത് വേണ്ട. അത് വേണ്ട വാസട്ടാ. ഒരു കുഴപ്പമില്ല, ഞാൻ കൊടുത്താവും വാങ്ങില്ല. അതാണ് അതന്നെയാണ് ഞാൻ പറയണത്. 1-2 പ്രാവശ്യം കൊടുത്തു നോക്കി. അപ്പൊ മേടിക്കണ്ടേ? അതാണ് ഞാൻ പറയണത്. മൂപ്പര് മേടിക്കാത്ത പൈസ എനിക്ക് മേടിക്കാൻ പറ്റുമോ? എന്താ മേടിച്ചാല്? ഐശ്വര്യല്ല, മൂപ്പര് അറിഞ്ഞാ ഭയങ്കര പ്രശ്നമാവും. ഒരു കുഴപ്പമില്ല, പൈസ നോക്കി. മൂപ്പര് അറിഞ്ഞ പ്രശ്നമാവൂന്ന്. എന്ത് പ്രശ്നം? മൂപ്പർക്ക് ഇഷ്ടാവില്ല പൈസ വാങ്ങണത്. അതൊന്നും കുഴപ്പമില്ല. ഒരാൾ പൈസ തരുമ്പോ വേണ്ട പറയണ എന്തിനാണ്? അപ്പൊ നിങ്ങളിത് വാടക തരണതാ? വാടകയോ എന്തെങ്കിലും കൂട്ടി കൈ വാടകയാണെങ്കിൽ കുഴപ്പമില്ല. പിടിച്ചോ. അല്ല മൂപ്പര് അറിഞ്ഞത്. മൂപ്പരറിഞ്ഞു ഒരു കുഴപ്പമില്ല. മൂപ്പരോട് പറയണ്ട, അതാ ഏറ്റവും നല്ലത്. അവനോട് പറയണ്ടെന്ന് വിചാരിച്ചപ്പോരേ കേട്ടോ. കയ്യിൽ വെച്ചോ. ഇല്ല കുഴപ്പമാണേ.